ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് നല്ല ബാക്ക് പെയിനും ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉഷ്ണകാലത്ത് ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നത് കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരും. ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് കഠിനമായ ബാക്ക് പെയിനാണ് വരുന്നത്. എനിക്കത് ഇങ്ങനെ വരാറില്ലായിരുന്നു. കുറച്ച് ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നതാണ്. നിങ്ങളെല്ലാവരും നല്ലതുപോലെ വെള്ളം കുടിക്കണം. മഴ പെയ്യുന്നുണ്ടെങ്കിലും ഈ അന്തരീക്ഷത്തിലെ ചൂട് കാരണം ശരീരത്തിലെ ജലത്തിൻ്റെ അംശം പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഒരു കവർ പാല് വിരിഞ്ഞു പോയി. സാധാരണ ഞാനത് അരിച്ചെടുത്ത് ഏതെങ്കിലും കറിയിൽ ചേർക്കുകയാണ് പതിവ്. ഇടയ്ക്ക് ഇതുപോലെ പനീർ ഉണ്ടാക്കും. അതുകൊണ്ടൊരു ബട്ടർ പനീർ മസാല കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പനീർ ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോകാം. തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. ബട്ടർ മസ്റ്റാണ് ഇതിന്. ബട്ടർ പനീർ മസാലയാണ്, അപ്പോൾ ബട്ടർ മസ്റ്റ്. പിന്നെ അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, ഇത് 3 കൂടെ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള എടുക്കുക. അതിപ്പോൾ കഷ്ണങ്ങൾ വലുതോ ചെറുതോ ഒക്കെ ആവാം. എന്തായാലും ഇത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റണം. സവാളയെല്ലാം നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം, അല്ല ചുമക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ 1 കവർ പാലിൻ്റെ പനീറിൻ്റെ ആണ്. അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു പച്ചമുളക് ഇട്ടിട്ട് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം. നല്ല പഴുത്ത തക്കാളി എടുക്കണം, പുളിയില്ലാത്ത തക്കാളി എടുക്കണേ. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കുറച്ച് കശുവണ്ടി ഒരു 8 കശുവണ്ടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ആ തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരെ വേവിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ല വഴറ്റിയെടുക്കൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. വെന്ത് നല്ലപോലെ ഉടയണം. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കണം. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബട്ടർ മസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ബട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓയിൽ വളരെ കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ കറി കൂടുതൽ ടേസ്റ്റ് ആക്കണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഓയിൽ ചേർക്കണേ. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം ഒരു 2-3 നുള്ളു മുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പനീറിനകത്തുനിന്ന് അതിലേക്ക് ഒരല്പം ഉപ്പും ഒരു എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് എന്നിട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി അതിനകത്തുള്ള ഓയിലിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇത് വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇതിഞ്ഞ് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആദ്യത്തെ സവാള നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇത് പക്ഷെ നന്നായിട്ട് ചുമന്ന് വരണം. വഴറ്റി വെച്ചതെല്ലാം തണുത്തപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കണേ. ഇനി നമുക്ക് ഈ നല്ലപോലെ ചുവന്ന് വന്നിട്ടുണ്ട് സവാള. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റും കൂടെ ചേർക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് വരണം. അതിനുശേഷം അത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് ചൂടാക്കണം. അത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരും അതിൻ്റെ മുകളിലെ. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ പനീർ ചേർക്കുക. പനീറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പനീർ ഓൾറെഡി നമ്മളൊന്ന് വഴറ്റി വെച്ചതാണ്. ഇനി അതിലേക്ക് കുറച്ച് ക്രീം, ഇത് ഞാൻ വീട്ടിൽ തന്നെ എടുത്ത ക്രീമാണ്. കുറച്ച് കസൂരി മേത്തി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അത് നല്ല ടേസ്റ്റ് നമുക്ക് തരുന്നതാണ് കറിക്കൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കറി ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര സിമ്പിളാണ്. കൂടുതൽ നമ്മൾ കടയിൽ 250 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പനീർ ബട്ടർ മസാല വീട്ടിൽ നമുക്ക് അതുപോലെ കെമിക്കലോ പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഇത് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഒരു 50 രൂപ ചിലവ് പോലും ഇല്ല. കളയാൻ വെച്ചിരുന്ന പിന്നെ പാല് പിരിഞ്ഞതൊക്കെ എടുത്ത് പനീറും ആക്കി ബാക്കി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ആവശ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.